ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നൊരു JVC DVD പ്ലെയറാണ് കാറായി വെക്കുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം. JVC എഴുതി കാണിക്കും. കീകൾ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അഴിച്ച് പീസാക്കാം. ഈ കീപാഡ് കംപ്ലൈൻ്റ് ആവാനേ സാധ്യതയുള്ളൂ. കശയം കണ്ടിട്ട് ഒട്ടിച്ചാന്ന് തോന്നുന്നു. സാറിന് ഇത്രയും ടൈറ്റ് വരാറുള്ള അല്ലത്. നിലവിൽ 3 സ്ക്രൂവേ ഉള്ളൂ. നിലവിൽ ആരോ പണി പഠിച്ചതാണ്. ഇവിടെ സ്വിച്ചൊക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അത് സ്വിച്ചെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടുത്തെ ഒരു സ്വിച്ച് ആരണ്ട് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. നിലവിൽ പവർ സ്വിച്ച് ഷോർട്ടിംഗ് ആണ്. ആ ഷോർട്ടിങ്ങുള്ള സ്വിച്ച് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. നിലവിൽ പവർ സ്വിച്ച് പോയതാണ്. പവർ സ്വിച്ചും പോയിട്ടുണ്ട്. ഇവിടുത്തെ സ്വിച്ച് ആണ്ട് ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സ്വിച്ച് വേറെ രണ്ടെണ്ണം മാറ്റി വെക്കണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിലിപ്പം പവർ സ്വിച്ച് ഒരു കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൂട്ടിങ് തന്നെ ഫ്രണ്ട് വാലിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പവർ സ്വിച്ച് ഓർമ്മ വെച്ച് ഇവിടുത്തെ പോയേക്കുന്നൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചും കൂടെ ഒന്ന് മാറ്റി ഇടണം. നിലവിൽ ഇതിനകത്ത് പവർ സ്വിച്ച് മാത്രം വെച്ചാൽ മതി. താഴത്തെ സ്വിച്ച് അവിടെ വെച്ചിട്ടും കാര്യമില്ല. ഇതിനകത്ത് സൈഡിൽ നിന്ന് പ്ലാസ്റ്റിക് എന്നുള്ള അടന്നാണ് പോയേക്കുന്നത്. അപ്പം പവർ സ്വിച്ച് ഓൾറെഡി കുറേ ഞാൻ വെച്ചിട്ടുണ്ട്. വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ക്രൂ എല്ലാം ഇടാം.
സപ്ലൈ നിലയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ താഴത്തെ സ്വിച്ചിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തുനിന്ന് നടന്നു പോയേക്കുന്നതാണ്. അവിടെ സ്വിച്ച് വെച്ചിട്ടും കാര്യമില്ല. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.